എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കുറെ കൂടി അപ്പൂപ്പന്മാർക്ക്, ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് പപ്പാച്ചിക്ക് കിട്ടി കിട്ടും. അത് എനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്, അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. ശരിക്കും ഇപ്പോൾ കാണുന്ന മനുഷ്യന് കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തെ കൈ തൊടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം കേരളം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും കേരളത്തിലെ കാര്യം അറിയില്ലല്ലോ, റായ്പൂര് കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് ഇടി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ജീവനുള്ള അപ്പൂപ്പന്മാർക്കല്ല, ജീവനില്ലാത്ത അപ്പൂപ്പന്മാർക്കാണ് കൂടുതൽ ഇടി കിട്ടിയത്. പാലക്കാട് കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികളൊക്കെ എറണാകുളത്തോട് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടൊക്കെ നടക്കുക. കരോത്സംഗത്തിനൊപ്പം പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇവിടുന്നാണ് ഇരട്ടത്ത് കൂമ്പിനടി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് കാര്യം മാധ്യമം ഒന്നും പറയാൻ പോലും പറ്റില്ല. പുള്ളിക്ക് ഇടി കിട്ടിയിട്ടുണ്ടോ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പറഞ്ഞ ഒരു സിനിമ ഇപ്പൊ ഒരു എല്ലാത്തിനും സുപ്പീരിയർ വന്ന അധികാരമാണ്, പവറാണ് പറയുന്നത്. പവർ ഉള്ളത് എന്തും ആകാം, ഞാനാണ് അധികാരത്തെങ്കിൽ എന്തും ആകാം എന്നൊരുത്. അപ്പൊ നേരത്തെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഇന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും എന്റെ ജീവന ആപത്താണ് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആപത്താണ് എന്നൊരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയാൻ പോലും മടിക്കുകയാണ്. ഒരു ചോദ്യത്തിനകത്ത് 10 ചോദ്യം വയ്ക്കലാണ്, പ്രോസസ് ചെയ്ത് തരുന്നില്ല. ഇത് പറഞ്ഞു കറക്റ്റ് കിട്ടുന്നില്ല, എന്നെ കുഴി ചാടിക്കണം പ്ലീസ്. റോണി ചേട്ടന്റെ പെർസ്പെക്റ്റീവില് ഇപ്പൊ സിനിമ എടുത്തത് ഈ സിനിമ തന്നെ എടുത്തു, ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴും അതിനകത്ത് ചില സീനുകളുണ്ട്, അല്ലെങ്കിൽ രാഗിയുടെ ഇത് എടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ അവരെ കാണിച്ചിട്ട് അവരെ എന്താണെന്ന് കാണിക്കുകയും ചെയ്യും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇത് എത്തിച്ചിട്ടും ഇങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നലെ പടം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ എക്സെപ്റ്റ് ചെയ്തതിൽ ഇപ്പൊ ഓരോ തിയേറ്ററിലും 4 ഷോ വെച്ചല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഷോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. ഇതിനിപ്പോ ഈ പറഞ്ഞാൽ തന്നെ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ആ പടത്തിനകത്ത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്, ഒരു സംശയമില്ല. പിന്നെ നമ്മള് ചുറ്റുപാട് നടക്കുന്ന എല്ലാം നമ്മൾ നോക്കിയിട്ടൊരു കലാകാരൻ ഒരിക്കലും സിനിമ എഴുതാനോ അല്ലെന്നുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റില്ല. കലാകാരൻ എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടീം, നേരത്തെ പറഞ്ഞൊരു ടീം വർക്കാണ്. ഒരാൾ കഥ എഴുതുന്നു, അതിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോഴേക്കും എത്രയോ വിഭാഗം ആൾക്കാർ വർക്ക് ചെയ്തു. അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവന്റെ വിവേചന ബുദ്ധി, അവന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവന്റെ എന്താ പറയാ ഒരു പുള്ളി അത് ഡിസൈഡ് ചെയ്യണം. പടവശം അങ്ങനെ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഏകദേശം കണ്ടിട്ടുള്ള എല്ലാ പേരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നീ സിനിമ കണ്ടു? നീ ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് സിനിമ കണ്ടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലായി നീ സിനിമ കണ്ടില്ല. അപ്പൊ ചേട്ടാ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് നാളോട് കഴിഞ്ഞ് സിനിമയ്ക്ക് ഈ പറഞ്ഞ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആരെങ്കിലും കിടക്കല്ലേ. അടുത്ത വർഷം നിയമസഭയുണ്ട്, ഇതിന് മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമല്ലേ. എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കുറെ കൂടി അപ്പൂപ്പന്മാർക്ക്, ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് പപ്പാച്ചിക്ക് കിട്ടി കിട്ടും. അത് എനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനയ്ക്ക് പിന്നെ നല്ല ഇടി കിട്ടും, അതെനിക്ക് ഉറപ്പായി. അവിടെ കേരളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട്. എന്തോ ചോദിക്കാൻ വരുന്നവരെ തോന്നുന്നു. പിന്നെ ഇതിന്റെയൊക്കെ വലിയ വിമർശനം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ലെജൻഡാണ് ഇപ്പൊ നമുക്ക് പോയത്. ശ്രീനിയേട്ടൻ ഇപ്പൊ ഇവിടെയുള്ള എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയാണ് സന്ദേശം. 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നായിരുന്നു ആ പടം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്ര കട്ട്, ഏതൊക്കെ റീലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. സാറിനെ ഞാൻ അമ്പലത്തിൽ കണ്ടു എന്ന് ശ്രീനിയേട്ടൻ ശങ്കരാടിച്ചാരനോട് ചോദിക്കേണ്ട കാര്യം ഞാൻ ആലോചിക്കും. ഇന്നൊക്കെയാണെങ്കിൽ എന്തായിരുന്നേനാ അല്ലെ. ശരി മതി. ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു. അപ്പൊ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. താങ്ക് യു. അപ്പൊ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിന്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നു? അത് നമ്മളെ അഡ്വക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകൾ നിർദ്ദേശിക്കുന്നതാണ്. അതിൽ
അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കാനും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട്, കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ന്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തു വിടാവുന്നതാണ്. കോടതിയിൽ അവർ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ്. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. മനസ്സിലായ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ്, കോടതി സമ്മതിച്ചാണ്. അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ മാറ്റി. ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം, അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കണം. വളരെ ഗംഭീര വലിയൊരു സിനിമ എന്നല്ല. ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ളത്. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ്. പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നത്? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം, എല്ലാ വിഷയങ്ങളും പറയാൻ. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1 or 2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന് ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ ഈ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും. മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ.